പൈൽസ് അഥവാ മൂലക്കുരു വന്ന വഴിയെ തിരിച്ചു പോകും. അതാണ്ട് ഈ ഒരു ഐറ്റം മതി. പൈൽസ് ഉള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണെന്ന്. പൈൽസ് അറിയാമല്ലോ, എല്ലാവർക്കും മൂലക്കുരു എന്നൊക്കെ പറയും. ഇത് പലരും പറയാൻ മടിക്കും, അതായത് നാണക്കേട് കൊണ്ടാണ്. ഇതങ്ങ് അറ്റം പറ്റി കഴിയുമ്പോഴേ ലാസ്റ്റിൽ ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് പൈൽസിൻ്റെ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വേണ്ടുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കുമ്പളങ്ങയാണ് കേട്ടോ. കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നെയ്ക്കുമ്പളങ്ങ, നമ്മുടെ നാടൻ കുമ്പളങ്ങ കിട്ടുവാണെങ്കിൽ എടുക്കണം. നാടൻ കുമ്പളങ്ങ തന്നെ എടുക്കണം, കാര്യം വെളിയിൽ നിന്നൊക്കെ വരുന്ന എടുക്കരുത്. കാര്യം നാടൻ കുമ്പളങ്ങ, നെയ്ക്കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നാണ്ടെ ഞാൻ ആ നെയ്ക്കുമ്പളങ്ങ താണ്ടെ ഇതേപോലെ ഈ പരുവത്തിന് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിനെ ഒന്ന് ജ്യൂസ് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ താണ്ടെ നമ്മളൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് താണ്ടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ അരിച്ചൊഴിക്കാം. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലായിരിക്കും നീര് വരുന്നത്. ഇതിനെ ഞാനൊന്ന് മൊത്തത്തിൽ ഇതിൻ്റെ നീരെടുത്തിട്ട് ബാക്കി അങ്ങനെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ താണ്ടെ ഒരു അര ഗ്ലാസോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അര ഗ്ലാസ് മതി കേട്ടോ, ഇത് ഒരുപാടൊന്നും കുടിക്കേണ്ട, അര ഗ്ലാസ് മതി. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് താണ്ടെ ഒരു നാരങ്ങ എടുക്കുക. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ഒരുപാട് ഒഴിക്കേണ്ട. ഇതിപ്പോൾ വലിയ നാരങ്ങയാണ്. താണ്ടെ ഇതുപോലെ കുറച്ച് തുള്ളി മാത്രം, താണ്ടെ ഇത്രത്തോളം മതി. ഇതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് നീരുണ്ട്, ഒരുപാട് ഒഴിക്കുകയും ചെയ്യരുത് ഒരു കാരണവശാലും. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കുക. അതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, അതായത് ഇത് കുടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെപ്പോഴും ഇത് രാത്രി കാലങ്ങളിൽ മാത്രമേ ഇത് കുടിക്കാവൂ. ഇത് കുടിക്കുന്നതിന് മുമ്പായിട്ട് രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഒരു പുഴുങ്ങിയ താറാമുട്ട കഴിക്കണം. പുഴുങ്ങിയ താറാമുട്ട എന്ന് പറയുന്നത് നാടൻ താറാമുട്ട തന്നെ കഴിക്കണം, അല്ലാതെ ഈ വെളിയിൽ നിന്ന് വരുന്നതല്ല. നമുക്ക് നാട്ടിൽ കിട്ടുകയാണെങ്കിൽ നല്ല നാടൻ താറാമുട്ട പുഴുങ്ങിയ തോരണം കഴിക്കുക. അതിനുശേഷം വൈകുന്നേരം ദാണ്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക. അതായത് 7 ദിവസം അടുപ്പിച്ച്, ഒരു ദിവസം പോലും വിടാതെ 7 ദിവസം അടുപ്പിച്ച് ഈ ഡ്രിങ്ക് കുടിക്കുക. പിന്നെ ഇത് കുടിക്കേണ്ട ഒരു ആവശ്യം വരത്തതേ ഇല്ല. ഒരു കാരണവശാലും പിന്നെ കുടിക്കുകയും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഇത് 7 ദിവസം കുടിക്കേണ്ട ആ ഒരു 7 ദിവസത്തെ ടൈമിൽ ഈ പറഞ്ഞ ഇറച്ചി, മീൻ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കഴിക്കരുത്. അതുപോലെ തന്നെ കോഴിമുട്ട കഴിക്കാതിരിക്കുക. നിങ്ങൾ ഈ 7 ദിവസം എങ്ങനെയെങ്കിലും വെജിറ്റേറിയൻ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. കാര്യം നോൺ വെജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് വേണം നിങ്ങളിത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിനൊരു ശമനം ഉണ്ടാകും. അതായത് തുടക്കക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മിക്ക സ്ഥലങ്ങളിലും എനിക്ക് പറ്റിയൊരു അവസ്ഥ ഞാൻ പറയുന്നത്, ആലപ്പുഴ ഭാഗത്ത് പലയിടങ്ങളിലും, എല്ലാവരും ഒന്നുമല്ല പറയുന്നത്, ചില ആൾക്കാർ ഈ നാടൻ താറാമുട്ടയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെളിയിൽ നിന്ന് വരുന്ന, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന താറാമുട്ടകൾ തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയുള്ളത് വാങ്ങിക്കാതെ നിങ്ങൾക്ക് വിശ്വാസമുള്ളത് തന്നെ താറാമുട്ട വാങ്ങിച്ച് 7 ദിവസം കഴിക്കുക. ഇതിൻ്റെ കൂടെ ഈ ഡ്രിങ്ക് കൂടെ കുടിക്കുക. നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ എടുത്തൊരു കാര്യം പറയട്ടെ, ഈ അലർജി പ്രശ്നമുള്ളവർ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ, ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാർ, അവരൊന്നും ഇത് കുടിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, അഥവാ നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് ചോദിച്ച് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ ഇത് കുടിക്കാവൂ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഓക്കെ, ബൈ.